ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നു. കേസിന്റെ ഗൌരവം പരിഗണിച്ച് അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്ന വിവരം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. വിഷ്ണു വി എസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, മൂന്നാമത്തെ ബലാത്സംഗ കേസാണ് ഇത്. കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കുകയാണ്. കേസിന്റെ സ്വഭാവവും ഗൗരവവും പരിഗണിച്ച് കോടതി നടപടികൾ ഈ ക്യാമറ രീതിയിലാണ് നടക്കുന്നത്. പ്രോസിക്യൂഷന്റെ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കേട്ട കോടതി ജാമ്യാപേക്ഷയിൽ കുറച്ചു കഴിയുമ്പോൾ വിധി പറയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കേസിന്റെ സെൻസിറ്റീവ് സ്വഭാവം മുൻനിർത്തി കോടതി മുറിയിൽ നിന്ന് പൊതുജനങ്ങളെ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയായിരുന്നു. ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കാനായി സ്വീകരിക്കുന്ന പ്രത്യേക നടപടിമേലാണ് ഇൻ ക്യാമറ മോഡ് ഇപ്പോൾ കോടതി തെരഞ്ഞെടുത്തിരിക്കുന്നത്. രാവിലെ കോടതി രാഹുലിന്റെ കേസ് എടുത്തിരുന്നെങ്കിൽ അത് പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റുകയായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം കോടതി ഇത് മാറ്റിവെച്ചു. പിന്നീടാണ് ഇപ്പോൾ രാഹുലിന്റെ കേസ് വിളിക്കുന്നതും ഇൻ ക്യാമറ മോഡിലേക്ക് കേസ് വാദം കേൾക്കുന്നതും. രാഹുലിന്റെ അഭിഭാഷകനും അതുപോലെ അതിജീവിതയുടെ അഭിഭാഷകനൊക്കെ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഏതായാലും അടച്ചിട്ട മുറിയിൽ എല്ലാവരെയും നീക്കിയതിനു ശേഷം കോടതി വാദം കേൾക്കുകയാണ്.